അയ്യപ്പസന്നിധിയിൽ ഭക്തജന പ്രവാഹത്തിന്റെ മണിക്കൂറുകളാണ്. ഇന്നലെ മാത്രം 1,10,979 ഭക്തർ ദർശനം നടത്തി. മരക്കൂട്ടം മുതൽ ഘട്ടങ്ങളായാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. നിലയ്ക്കൽ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളിയുടെ ഈ റിപ്പോർട്ടോടെ പുത്തൻപുലരി പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനത്തിന്റെ തുടർച്ച ആശംസിക്കുന്നു. നമസ്തേ. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെയും ഇന്നും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 1,00,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഈ മണിക്കൂറുകളിലും തുടരുകയാണ്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി ഈ ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. ഇനി അവധി ദിവസങ്ങളാണ്. കുഞ്ഞുങ്ങളെയുമൊക്കെയായി ധാരാളം ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിലുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിച്ചേക്കാം എന്നുള്ള സാധ്യത ഉളവാക്കുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. വിവിധ ഇടങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നിലയ്ക്കൽ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തേക്ക് എത്തുമ്പോൾ മരക്കൂട്ടം മുതൽ വിവിധ ബാച്ചുകളായി ഘട്ടം ഘട്ടമായി ഭക്തജനങ്ങളെ ദർശനത്തിന് വേണ്ടി പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നു. മരക്കൂട്ടത്ത് ഭക്തജനങ്ങളെ തടയുന്നുണ്ട്. അതിനുശേഷം നടപ്പന്തലിലും പിന്നീട് നടപ്പന്തലിൽ നിന്നും ഘട്ടം ഘട്ടമായി ഫ്ലൈ ഓവറിലേക്കും ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഫ്ലൈ ഓവറിന്റെ മുഴുവൻ ഭാഗവും ഇപ്പോൾ ഏകദേശം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. താഴെ നടപ്പന്തലിലും സമാനമായി തന്നെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച. വിവിധ ഇടങ്ങളിൽ ഭക്തജനങ്ങൾ തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയും വലിയ ഭക്തജന സഞ്ചയം തന്നെ സന്നിധാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. മരക്കൂട്ടം മുതൽ ഭക്തജനങ്ങളെ ഓരോ ബാച്ചുകളായി ഘട്ടം ഘട്ടമായി നിർത്തിക്കൊണ്ട് അല്പസമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. 1 മണിക്കൂറിന് മുകളിലേക്കൊക്കെ പലയിടങ്ങളിലും മരക്കൂട്ടം മുതൽ കടന്നു വരുമ്പോൾ 2-3 മണിക്കൂർ വരെയൊക്കെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഈ മണിക്കൂറുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങളെ ആ രീതിയിലും മറ്റൊരു സംവിധാനത്തിലൂടെയും ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ഭക്തജനങ്ങൾ, അത് കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും അടക്കം ധാരാളമായി എത്തുന്ന മണിക്കൂറുകൾ ഈ ദിവസങ്ങളിൽ ധാരാളമായി കാണുന്നു എന്നുള്ളതാണ് സന്നിധാനത്തെ കാഴ്ചകൾ. ഇനി ആദ്യ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ആ തിരക്ക് അനിയന്ത്രിതമാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് NDRF, RIF സംഘം വിവിധയിടങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ ഒരു തിരക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിയന്ത്രണങ്ങൾ, അത് നിലയ്ക്കൽ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നിലയ്ക്കലിൽ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ട്. അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായിട്ടാണ് നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക്, ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്ത് നിന്ന് ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.